So first we are starting with case taking and approving. ഫാസ്റ്റ് ആയിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് പോവുകയാണ്. ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും വെച്ച് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യും. സോ എ വെൽ ടേക്കൺ കേസ് ഇസ് എ കേസ് ഹാഫ് ക്യൂർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് എലിസബത്ത് റോയ്. സോ ഫസ്റ്റ് നമുക്കറിയാം ഇൻഡിവിജ്വലൈസിംഗ് എക്സാമിനേഷൻ ഓഫ് ദ കേസ് ഓഫ് എ ഡിസീസ് ആണ് കേസ് ടേക്കിങ്ങിന്റെ ഒരു ഹെഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ അഫോർട്സ് 83. ദ റിക്വസിറ്റ് ക്വാളിറ്റീസ് ഓഫ് ദ ഫിസിഷ്യൻ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ എംസിക്യൂല ആൻസർ എന്ന് പറയുന്നത് അഫോർട്സ് 83 ആയിരിക്കും. വി സ്റ്റാർട്ട് വിത്ത് കേസ് ടേക്കിംഗ്. And there are the 4 important qualities of case taking, that is freedom from prejudice, sound senses, attention in observing, and fidelity in tracing the picture of truth. So these are the 4 cardinal qualities of the physician. And next is കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ബൈസ്റ്റാൻഡേഴ്സിന്റെ റോൾ എന്താണ്, ഒരു കേസ് എടുത്ത് തുടങ്ങുമ്പോൾ വളരെ പതുക്കെ പറയണം, എല്ലാം എനിക്ക് നോട്ട് ചെയ്യണം എന്ന് ഫിസിഷ്യൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു പേഷ്യൻസിനോട്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് സിംറ്റംസ് നമ്മൾ നോക്കുന്നുണ്ട്, ഫിസിഷ്യൻസ് ഒബ്സർവേഷൻസ് നമ്മൾ നോക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അപ്പോഴും നമ്മുടെ കേസ് റെക്കോർഡിൽ എഴുതത്തില്ല. ടുവേർഡ്സ് ദ ലാസ്റ്റ് ആയിരിക്കും നമ്മളിത് കേസ് റെക്കോർഡിൽ എഴുതുന്നത് ആസ് പെർ അഫോർസം 90. ആൻഡ് ഹൗ ദ കൺസൾട്ടേഷൻ ഷുഡ് ബി അഫോർസം 85. every symptom has to start from a fresh line. And aforsum 86, physician can revert to each and every particular symptom to elicit more precise information so that he can complete the whole thing. Location, sensation, modality, extensions എല്ലാം കിട്ടാനായിട്ട് ഇൻകംപ്ലീറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് സിംറ്റംസിലോട്ട് പോകണം എന്നുള്ളതാണ് 86th അഫോർസത്തിൽ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് റിഗാർഡിംഗ് 87 അഫോർസം, they are the don'ts in case taking. That is, there should not be no leading questions. Leading questions ഒന്നും നമ്മൾ ചോദിക്കരുത്. അഫോർസം 88 പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പൊസിഷൻ ആൻഡ് മൈൻഡ് ഒക്കെ നമുക്ക് യൂഷ്വലി നോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് 89, ഇറ്റ് ഈസ് അബൌട്ട് ദ ഫിസിഷ്യൻ asking more precise and more special questions so that he can complete up the whole case. ആൻഡ് നമ്മൾ നേരത്തെ പറയുന്നത് 84 പറഞ്ഞ് ഫിസിഷ്യൻസ് ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഫിസിഷ്യൻസ് ഒബ്സർവേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന അഫോർസമാണ് അഫോർസം 90. He takes note of what he himself observes in the patient and ascertains how much of that was particular to or peculiar to the patient in his healthy state. And 91, patients coming from other physicians. ഇതിൽ ക്രോണിക് ആയിട്ടുള്ള കേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ പേഷ്യൻസിന് മെഡിസിൻസ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആക്കി വിടണം, so that we can get the true fundamental idea of the original form of the disease. ആ സമയത്ത് നമുക്ക് സംതിങ് അൺമെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പേഷ്യന്റ് ലൈക്ക് ദാറ്റ് ഓഫ് പ്ലാസിഡോ എന്ന് പറയുന്നത് അഫോർസം 91 വരുന്നുണ്ട്. ഇത് ഒരു ക്രോണിക് കേസിന്റെ കാര്യത്തിൽ പറ്റും കുറച്ചു നേരം ഫ്രീ ഓഫ് മെഡിസിൻ എന്നുള്ളത്. ബട്ട് ഒരു അക്യൂട്ടിന് നമുക്ക് അത്രയ്ക്ക് ടൈം ഇല്ല. ആൻഡ് സോ അക്യൂട്ടിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിസിനൽ ഡിസീസ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ഡ്രഗ്സ് കാരണം ഉണ്ടായിട്ടുള്ള കുറെ മെഡിസിൻ സിംറ്റംസ് ഉണ്ടാകും, പ്ലസ് നമുക്കൊരു ഒറിജിനൽ ഡിസീസ് ഉണ്ടാവും. ഇത് രണ്ടിന്റെയും സിംറ്റംസ് മിക്സ്ഡ് ആയിട്ട് ഒരു കൺജോയിന്റ് മാലഡി ആയിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ചിനുള്ള ടൈം ഇല്ലാത്തത് കാരണം അപ്പോഴുള്ള ഒരു ടോട്ടാലിറ്റി എടുത്തിട്ട് നമ്മൾ മെഡിസിൻസ് കൊടുക്കണം. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് സെഡ് ഇൻ 92. നെക്സ്റ്റ് ഇസ് ഒബ്വിയസ് കോസ്. അഫോർസം 93 പറയുന്നത് ഒബ്വിയസ് കോസിനെ കുറിച്ചാണ്. ദ പ്രോബബിൾ കോസ് ഫോർ ദ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് അഫെക്ഷൻസ് എനി കോസ് ഓഫ് എ ഡിസ്ഗ്രേസ്ഫുൾ ക്യാരക്ടർ ആണ്. പക്ഷെ പേഷ്യന്റ് നമ്മളോട് പറയാനുള്ള മടി കാരണം പേഷ്യന്റ് നമ്മളോട് പറയില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ഒബ്വിയസ് കോസ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ സ്റ്റേറ്റഡ് ഇൻ അഫോർസം 93. നെക്സ്റ്റ് ഈസ് ക്രോണിക് ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിന്റെ കുറച്ച് പ്രോട്ടോകോൾസ് ആണ് പറയുന്നത് 94 to 98. അതില് 94 സ്പെഷ്യൽ ആയിട്ട് പറയുന്ന പോയിന്റ്സ് ഓഫ് എൻക്വയറി ഇൻ ഫീമെയിൽസ് എന്നാണ് പറയുന്നത്. ആൻഡ് അത് യൂഷ്വലി MCQs ടൈപ്പിൽ വെച്ചിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് ഫീമെയിൽസിന്റെ കേസ് ടേക്കിംഗ് ഹാൻഡ്മാൻ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 94 ഫുൾ ഫോം. ആൻഡ് 95 നമുക്കറിയാം ലെസർ അസസറി സിംറ്റംസ് ആണ്. ലെസർ അസസറി സിംറ്റംസ് ഓഫ് മെഡിസിൻ ആൻഡ് ലെസർ അസസറി സിംറ്റംസ് ഡിഫറെന്റ് ആണ്. ക്രോണിക് ഡിസീസിൽ ഉള്ളതാണ് ഈ ലെസർ അസസറി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അഫോർസം 95. And then we have some types of patients. 96, 97 പറയുകയാണെങ്കിൽ ഹൈപ്പോകോൺട്രിക്സ് ഹൈപ്പോസെൻസിറ്റിവിറ്റി പേഷ്യൻസിനെ പറ്റിയിട്ട് അഫോർസം 96 പറയുന്നുണ്ട്. ഹൈപ്പോകോൺട്രിക് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, they portray their symptoms in 2 vivid colors. അവർക്ക് അൺമെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ അത് പ്രൂവ് ചെയ്യുന്ന പറയുന്നത്. And next is hypersensitivity patient.
അവരുടെ സിംറ്റംസ് ഒക്കെ ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് ചെയ്യും. ആൻഡ് 97 വരുമ്പോൾ നമുക്ക് ഇൻവോൾവ് പേഷ്യൻസ് ഉണ്ട്. അത് മോഡസ്റ്റി അല്ലെങ്കിൽ ഷെയിം കാരണം ദേ ആർ റിലക്റ്റന്റ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ് ഈസ് പേഷ്യൻസ് ഓൺ എക്സ്പ്രഷൻ. നമ്മൾ എത്ര തന്നെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും നമ്മൾ ക്രെഡൻസ് കൊടുക്കേണ്ടത് പേഷ്യൻസിന്റെ ഓൺ എക്സ്പ്രഷനിലാണ്. ആൻഡ് അവിടെ തന്നെ ഒരു ക്രോണിക് കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ഫിസിഷ്യന് വേണമെന്ന് പറയും. അതൊക്കെയാണ് ഈ സർക്കംസ്പെക്ഷൻ, നോളജ് ഓഫ് ഹ്യൂമൻ നേച്ചർ, കോഷൻ ഇൻ കണ്ടക്ടിങ് ദ എൻക്വയറി ആൻഡ് പേഷ്യൻസ് എന്നാണ് ഹ്യൂമൻ ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിന്റെ സർക്കംസ്പെക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ടാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസ് ആണ്. സോ ഇതാണ് 98 എഫേർട്സ് ഒക്കെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് അക്യൂട്ട് ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് 99.102 പറയുന്നത്. അവിടെ ജീനസ് എപ്പിഡമിക്സിന്റെ കാര്യം വരുന്നുണ്ട്. എഫേർട്സ് ഓഫ് 102 ആൻഡ് ഒരു അക്യൂട്ട് ആയിട്ടുള്ള കേസിൽ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് അങ്ങനത്തെ കുറെ സെവറൽ കേസസ് ആണ് എടുക്കേണ്ടതെന്ന് പറയുന്നു. അഫോർസം 103 ഒരു ക്രോണിക് ഡിസീസ് സോറിയുടെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. ആൻഡ് അഫോർസം 104 ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദ റെക്കോർഡ് കീപ്പിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡോക്ടർ ആഫ്റ്റർ ദ കേസ് ടേക്കിംഗ്, കേസ് അനാലിസിസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് we move on to drug proving. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രഗ് പ്രോവിംഗ് ആണ്. അഫോർസം 115 to 145 at the pathological form of drugs നെ കുറിച്ച് നമ്മൾ അറിയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഇത്. ഇവിടെ ഹോൾ പത്തോജനറ്റിക് ഇഫക്ട്സ് ഓഫ് സെവറൽ മെഡിസിൻസ് മസ്റ്റ് ബി നോൺ എന്ന് പറയുന്നുണ്ട്. അഫോർസം 116 സിക്കില് പ്രൂവ് ചെയ്യാൻ പാടില്ല എന്ന് 107 പറയുന്നുണ്ട്. 108 നമ്മുടെ പ്രൂവിംഗ് എന്ന് പറയുന്ന ഹെൽത്തി പേഴ്സൺസിലായിരിക്കണം. ദാറ്റ് ഇൻ മോഡറേറ്റ് ഡോസസ് എന്ന് പറയുന്നത് അവരുടെ ഫുഡ് ഗ്രൂപ്പിലാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആൽബർട്ട് ഹാഡറിനെ പറ്റി പറയുന്നത്. ആൻഡ് അതിനകത്തുള്ള വാക്കാണിത്. ഹി അലോൺ ബിസൈഡ്സ് മൈസെൽഫ് സോ ദ നെസസിറ്റി ഓഫ് ദിസ്, ദാറ്റ് ഈസ് അബൌട്ട് ഡ്രഗ് പ്രൂവിംഗ്. അത് വേറെ എവിടെയാണ് ആൽബർട്ട് ഫോൺ ഹാലറിനെ കുറിച്ച് മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? ആർക്കെങ്കിലും പറയാവോ? 118 ഫുഡ് നോട്ടിലാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹാനിമാൻ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഹാനിമാൻ നമ്മുടെ അഫോർസൻസ് നോക്കുവാണെങ്കിൽ ഹാനിമാനെ സ്വന്തമായിട്ട് പോയിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഹി ട്രൈ ടു ടെൽ സംതിങ് അബൌട്ട് ഹിംസെൽഫ് ദാറ്റ് ഹി വാസ് ദ ഫസ്റ്റ് ടു ഓപ്പൺ അപ്പ് ഹിസ് പാത്ത്. superior to ഹോമിയോപ്പതി പറ്റിയിട്ടാണ് 109 ഫുഡ് നോട്ട് ഉള്ളത്. 110 ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റൂഡിമെന്റ്സ് ഓഫ് ട്രൂ പ്യൂർ മെറ്റീരിയൽ ആയിരുന്നു. പണ്ട് കാലത്ത് പോയ്സണിങ്സിന്റെ ഒക്കെ ഹിസ്റ്ററീസ് എന്നുള്ളതാണ് അതിനൊരു ക്ലൂ ആയിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ട്രൂ റൂഡിമെന്റ്സ് ഓഫ് ട്രൂ പ്യൂർ മെറ്റീരിയൽ എന്നുള്ളത് പറയുന്നത് 110 ആണ്. ആൻഡ് 111 പറയുന്നത് മെഡിസിനൽ സബ്സ്റ്റൻസസ് ആക്ട് അക്കോർഡിംഗ് ടു ദ ഫിക്സഡ് എറ്റേണൽ ലോസ് ഓഫ് നേച്ചർ ആൻഡ് ഇൻ ഇറ്റ് ഓൺസ് പെക്യുലർ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് 113 എന്ന് പറയുന്നത് നാർക്കോട്ടിക് മെഡിസിൻസിന്റെ പ്രൂവിങ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള ആക്ഷൻ ആണ് ഒബ്സർവ് ചെയ്യേണ്ടത്. പ്രൈമറി ആക്ഷനിൽ അത് എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സെൻസിബിലിറ്റി ഇറിറ്റബിലിറ്റി ഒക്കെ ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡറി ആക്ഷനിലാണ് ആ ഇറിറ്റബിലിറ്റി സെൻസിബിലിറ്റി ഒക്കെ കൂടുതലായിട്ട് വന്നിട്ട് നമുക്ക് പ്രൂവിന്റെ സിംറ്റംസ് കിട്ടുക എന്നുള്ളത് പറയുന്നത്. സോ ഇൻ നാർക്കോട്ടിക് മെഡിസിൻസ് വി ഹാവ് ടു ഒബ്സർവ് ദി സെക്കൻഡറി ആക്ഷൻ. ബാക്കി എല്ലാ മെഡിസിൻസിലും എല്ലാ ഡ്രഗ്സിലും വി ഹാവ് ടു ലുക്ക് അറ്റ് ദ പ്രൈമറി ആക്ഷൻ. അഫോർസം 115 എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ ആണ്. ഇറ്റ് ഈസ് വേരിയസ് paroxysms ഓഫ് ദ പ്രൈമറി ആക്ഷൻ itself. ആൻഡ് 116 ഗ്രൂപ്പിലെ പ്രോബ്ലംസിന്റെ കാര്യം പറയുന്നുണ്ട്. ബട്ട് ടുവേർഡ്സ് എക്സാം വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ ഇഡിയോസിൻക്രസി കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇഡിയോസിൻക്രസിയുടെ ആ ഒരു 117 ഫുഡ് നോട്ടില് സ്മെൽ ഓഫ് റോസസ്, സ്പാർക്ക് ടേക്കിംഗ് മസിൽസ് എന്തൊക്കെയാണ് ഇഡിയോസിൻക്രറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് പലർക്കും ഫീൽ ചെയ്തിട്ടുള്ളതുണ്ട്. പ്രിൻസസ് മറിയ പോർഫോയിറ്റ് റോസ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ബ്രദറിനെയൊക്കെ റീസ്റ്റോർ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ റോസ് വാട്ടറൊക്കെ റോസ് സിംഗത്തിന്റെ കേസസിൽ യൂസ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫണ്ടമെന്റൽ കോസ് ഓഫ് എല്ലാ ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞ ഒരു മോർഫോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് ആക്ച്വലി. ആൻഡ് 118 പറയുന്നത് മെഡിസിനൽ ആക്ഷന്റെ ഇൻഡിവിജ്വാലിറ്റിയാണ്. ഇതിന്റെ ഫോർമുലയാണ് ബോൺ ഹാലറിനെ പറ്റി പറയുന്നത്. ഓരോ മെഡിസിനും യൂണീക്ക് ആണ്, അതുകൊണ്ടാണ് നമുക്ക് സറോഗേറ്റ്സ് ഇല്ലാത്തത്.
സറോഗേറ്റ്സിനെ പറ്റി പറയുന്ന നെക്സ്റ്റ് അപ്പോഴ്സുമാണ് 119ന്റെ ഫിഫ്ത്ത്. ആൻഡ് ഡോസസ് ഇൻ ഡ്രഗ് പറയുന്നുണ്ട് സ്ട്രോങ് ഹീറോയിക് ഡോസസ് ആണ് സ്മോൾ ഡോസസിൽ കൊടുക്കണം. ആൻഡ് വളരെ മൈൽഡ് ആയിട്ടുള്ള പവർ ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ കൺസിഡറബിൾ പവർ റീസ് ചെയ്തിട്ട് കൊടുക്കാം. വളരെ വീക്കസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ഡെലിക്കേറ്റ് ഇറിറ്റബിൾ സെൻസിറ്റീവ് പേഴ്സൺസിന് വളരെ വീക്ക് ആയിട്ടുള്ള ഡോസസ് കൊടുക്കാം. So these are regarding the doses in drug coding, which is mentioned in AFOSM 125. And next is about genuine pure medicine substance that has to be used in coding. And 123, it is regarding the preparation of medicines. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻഡിജിനസ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ലിറ്റിൽ ആൽക്കഹോൾ ഹാഡ് ടു ബി ആഡഡ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഫോർട്ടിഫിക്കേഷൻ. ആൻഡ് എക്സോട്ടിക് വെജിറ്റബിൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് പൗഡർ അല്ലെങ്കിൽ ടിഞ്ചർ ഫോമിൽ ഇറ്റ് ഹാസ് ടു ബി മിക്സ് വിത്ത് പൗഡർ ഫോമിൽ എടുക്കാം അല്ലെങ്കിൽ ടിഞ്ചർ വിത്ത് ആൽക്കഹോൾ എടുക്കാം. ആൻഡ് നമ്മളത് കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു സർട്ടൻ പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ ഹാഡ് ടു ബി ആഡഡ് ടു ഇറ്റ്. ഇനി സോൾട്ട് ആൻഡ് ഗംസിനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ഹാവ് ടു ബി ഡിസോൾവ് ഇൻ വാട്ടർ ജസ്റ്റ് ബിഫോർ ബീങ് ടേക്കൺ. ആൻഡ് ഡ്രൈ സ്റ്റേറ്റിലുള്ള നമ്മൾ കട്ട് ചെയ്യുക, ബോയിലിംഗ് വാട്ടറിൽ ഇടുക, എന്നിട്ട് അതിനുള്ള ഇൻഫ്യൂഷൻ ജസ്റ്റ് വാം ആയിരിക്കുമ്പോൾ തന്നെ സോളോ ചെയ്യുക. ഹോട്ടായിട്ടിരിക്കുന്നതല്ല വാം ആയിട്ടിരിക്കുന്നതാണ് സോളോ ചെയ്യുന്നത്. ആൻഡ് അതിൽ നമ്മൾ സ്പിരിറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ദ ഡയറ്റ് ഓഫ് പൂവ്. ഡയറ്റ് ഓഫ് പൂവ് എന്നെ പറ്റി പറയുന്ന ഫോഴ്സും 125 ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. What are the things we need to avoid? The things we need to avoid are spices, green vegetables, fruits, salads, herbs, fruits. അപ്പോൾ നിങ്ങൾ എന്താ കൺസ്യൂം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു കൺസ്യൂം ഗ്രീൻ പീസ്, ഗ്രീൻ ഫ്രഞ്ച് ബീൻസ്, ക്യാരറ്റ്സ്. ആൻഡ് സിക്സ്ത് എഡിഷനിൽ ഒരു കാര്യം കൂടെ ആഡ് അപ്പ് ചെയ്തിട്ടുണ്ട്, ബോയിൽഡ് പൊട്ടറ്റോസ് എന്നുള്ളത്. ആൻഡ് whenever we are doing our food, we should avoid brandy, wine, coffee, tea. ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിവറേജസ് ആണെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ഹാവ് ടു ബി അവോയ്ഡഡ് food except all these things. And mind of പൂവെന്ന് പറ്റിയിട്ട് പറയുന്ന അപ്പോഴ്സും 126 ആണ്. We have to work sessions of mind and body, and we have to possess sufficient intelligence. And the proving has to be done in both males and females as stated in Aphorism 127. And in Aphorism 128, it has been stated that we have to use dynamic drugs and 30 potency network, 4 to 6 small globules, and we can be either dissolved in more or less water, and it should have to be taken for several days until the symptoms are calmed. So, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് 30 potency പറ്റി പറയുന്നത് 128 ആണ്. And next is genius of medicine. And knowledge of genius of medicine, it is very important so that we can also observe such symptoms. അതിനെ പറ്റി പറയുന്നത് അഫോർസം 130 ആൻഡ് റിഗാർഡിംഗ് ഈ ഒരു ഓർഡർ ഓഫ് സക്സഷൻ ഓഫ് സിംറ്റംസ് ആ അഫോർസത്തിൽ പറയുന്നത് പറഞ്ഞാൽ ആൻഡ് ദ ഫസ്റ്റ് ഡോസ് ദാറ്റ് വി ആർ അഡ്മിനിസ്ട്രിങ് ഇറ്റ് ഷുഡ് ബി സഫിഷ്യൻറ്റ്ലി സ്ട്രോങ് ആണെന്ന് പറയുന്നത്. ആൻഡ് ഒരു ആക്ഷൻ, ഒരു ഡ്രഗിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അത് അസെപ്റ്റോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി സെവറൽ എക്സ്പെരിമെന്റ്സിന്റെ ഒരു കമ്പാരിസൺ വഴി മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന അഫോർസത്തൊക്കെ. And they are very important from the MCQ point. And 132 കുറച്ചും കൂടെ കംപ്ലീറ്റ് സിംറ്റംസ് എക്സാക്ട് ക്യാരക്ടർ എല്ലാത്തിൻ്റെയും നമ്മൾ നോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ആൻഡ് ബോത്ത് സെക്സസ് ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് വി ഹാവ് ടു ലുക്ക് ഫോർ ഡ്രഗ് പ്രൂവിംഗ് ആസ് സ്റ്റേറ്റഡ് ഇൻ 135. ആൻഡ് സിംറ്റംസ് ഇംപ്രൂവിംഗിൽ ചിലപ്പോൾ റെഫറൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് 138. ആൻഡ് റിഗാർഡിംഗ് ദ ലിറ്ററേറ്റ് ആൻഡ് ഇലിറ്ററേറ്റ് ഫീവർ 130, it is dealing with literate fever, and 140 it is illiterate fever. And physician best fever എന്ന് പറയുന്നത് 141. And on the fourth method it is said about the advantages of proving himself. And അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ലിറ്ററേച്ചറാണ് ട്രൂ ലിറ്ററേച്ചർ that is stated in Aphorism 143. അതിന്റെ ഫുഡ് നോട്ടില് നെയിമിംഗ് സിംറ്റംസിനെ പറ്റിയിട്ട് 5th എഡിഷനിൽ പറയുന്നത്. നെയിമിംഗ് സിംറ്റംസ് എപ്പോഴും MG എന്നുള്ള ഒരു ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് പ്രേഡ് പ്രൂവിങ്സ് ആണ്, വളരെ ഡൗട്ട്ഫുൾ ആയിട്ട് അൺസർട്ടൺ ആയിട്ടുള്ള പ്രൂവിങ്സ് ആയിട്ട് ഹാനിമൻ കൺസിഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മഗ്നീഷ്യം കാർബന്റെ ഫേസിലായിട്ടാണ് ഞങ്ങൾക്ക് നെയിമിങ്ങിനെ കുറിച്ചിട്ടുള്ള കെയർലെസ് പ്രൊഡിക്ട്സ് അൺപ്രിസൈസ് ടേംസിൽ സിംറ്റംസ് ഡിസ്ക്രൈബ് ചെയ്ത ഒരു വ്യക്തിയാണ് നെയിമിംഗ് എന്നുള്ളത്. ഈസ് ആൻ എവർ റെഡി സിംറ്റം മാനുഫാക്ചർ എന്ന് പറയുന്നത്
ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയലിന്റെ ക്യൂറിയിലാണ് അത് കുറച്ചുകൂടി ഈ മെൻഷൻ ചെയ്ത് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൻഡിക്സ് സെക്ഷൻ വായിച്ചാൽ കൺസേൺഡ് എഫോർട്സ് തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടും. ആൻഡ് നെക്സ്റ്റ് ഈസ് 144 റിഗാർഡിംഗ് പ്യുവർ മെറ്റീരിയൽ മെഡിക്ക ആൻഡ് 145ന്റെ ഫുഡ് നോട്ടിൽ ഹാൻഡ്മാൻ പറയുന്നുണ്ട് that he has made provings of pure powers of medicine in healthy human beings. And the first 40 years ago, Hahnemann was the person who made the proving of pure powers of medicines in the just they had mentioned ചെയ്തതാണ്. Okay. So that was regarding drug proving and mistaking. So പിന്നെ നമ്മൾ ഇവിടെ അങ്ങോട്ട് 144 ടാസ്ക് ഫോഴ്സും തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ 146 എന്ന് പറയുമ്പോൾ നമ്മൾ അഫോഴ്സും 71 ഒരു സോ നമ്മൾ അഫോഴ്സും 71 ഒരു 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തേർഡ് പോയിന്റ് ഈ 146 അഫോഴ്സും തൊട്ടാണിട്ട്. ദാറ്റ് ഈസ് ഹൗ യു ആർ അപ്ലൈങ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ അക്കഡമിക് പ്രോഗ്രാം ഒക്കെ അറിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡിസീസിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ ഉണ്ടാക്കി നമ്മൾ അത് എങ്ങനെ അപ്ലൈ ചെയ്ത് പോകുക എന്നുള്ളതാണ്. And regarding 147, it is about specific remedy. 149 the footnote, mongrel sector in the mongrel sector means post breeding dogs are those who practice homeopathy and allopathy in the Parinavana, the mongrel sector in liberation. And next is 150 in this position. In this position, checking under the definition also on the Parinavana. On the note previous symptoms which are observed for short time, and it should not be considered as a disease that requires a serious medical aid. Slight alteration in diet and regimen will service it. Aforsum 114.50 പറയുന്ന ഈ ഇൻഡിസ്പോസിഷൻ തന്നെയാണ്. അഫോർസം 7 footnotes ചില എക്സാമ്പിൾസ് വെച്ചിട്ടും ഹന്നാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അഫോർസം 152 ഡിസൈഡ് റെമഡി എന്ന് പറഞ്ഞിട്ട് ഹന്നാൻ. And next is 153. 153 എന്ന് പറയുമ്പോൾ ഹാൻഡ്മാന്റെ ജനറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മോർ സ്ട്രൈക്കിംഗ്, സിംഗുലർ അൺകോമൺ, പെക്യുലർ സൈൻസ് സിംറ്റംസ് ഓഫ് ദ ഫേസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ജനറൽ ആൻഡ് അൺഡിഫൈൻഡ് സിംറ്റംസിലാണ് അതിൽ ജനറൽ സിംറ്റംസിനെ പറ്റിയിട്ട് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫുഡ് നോട്ടിലായിട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നത് ആ ഫുഡ് നോട്ടിൽ ഒറ്റ ഹോം ബോഡിനെസിനെ അക്നോളജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓഫ് ഹോമിയോപതിക് മെഡിസിൻസ് ആൻഡ് റെപ്പോർട്ടറി എന്ന് പറയുന്നത് ഡോക്ടർ വോൺ ബോണിനേഴ്സിന്റെ പബ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാറിന്റെ പബ്ലിക്കേഷൻ ആണ് ഹാൻഡ് ബുക്ക് ഓഫ് പ്രിൻസിപ്പൽ സിംറ്റംസ് എന്ന് പറയുന്നത്. MCQ ഈ പോയിന്റിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജാറിന്റെ തന്നെ ഹാൻഡ് ബുക്ക് ഓഫ് പ്രിൻസിപ്പൽ സിംറ്റംസ് ആൻഡ് ബോണിനേഴ്സിന്റെ എന്ന് പറയുമ്പോൾ characteristic symptoms of homeopathic medicines and absorption. പിന്നെ നമ്മൾ 155 to 161 ഹോമിയോപതിക് ഡെക്ലറേഷനെ കുറിച്ച് പറയുന്നത് അതിൽ അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹോമിയോപതിക് ഡെക്ലറേഷനെ പറ്റി പറയുന്നത് 157. ക്രോണിക് ആയിട്ടുള്ള ഒരു അബ്സർവേഷൻ എന്ന് പറയുന്നത് 161 ആണ് പറയുന്നത്. ഈ അബ്സർവേഷൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ 160 അഫോർസത്തിന്റെ ഫോർത്ത് നോട്ടിൽ പറയുമ്പോൾ ഡോക്ടർ ട്രൈക്കോളറിന് ഫേഷ്യൽ ആയിട്ടുള്ള ഇറപ്ഷൻസിന്റെ കാര്യത്തിൽ കൊടുക്കുകയും അബ്സർവേഷൻ വന്നിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ലൈസൻ മാർക്ക് ഓഫ് എം വന്നിട്ട് സ്കിൻ ഡിസീസിന് കൊടുത്തിട്ട് അതിന്റെ ആക്ഷൻ ഇൻക്രീസ് ആയിരുന്നു എന്നുള്ളത് അബ്സർവേഷനെ പറ്റിയിട്ട് പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. PG സെക്ഷൻസ് നമ്മൾ PSC നോക്കേണ്ട, അല്ലെങ്കിൽ ഒരു NHM എക്സാമിനല്ലാതെ ഒരു PG പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ആ ഫോർത്ത് നോട്ടിലുള്ള ആ രണ്ട് കണ്ടീഷൻസ് ആൻഡ് ഡോക്ടേഴ്സിന്റെ നെയിംസ് ഒക്കെ നോർത്ത് ഇന്ത്യൻ വെസ്റ്റേൺ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് അസസറി സിംറ്റംസ് ഓഫ് മെഡിസിൻസ്. കറക്റ്റ് ആയിട്ടുള്ള ടോട്ടാലിറ്റി കിട്ടിയായിട്ട് കുറച്ച് സിംറ്റംസ് മാത്രം കവർ ചെയ്തെങ്കിലും ടോട്ടാലിറ്റി വരുന്ന നമുക്ക് കുറച്ച് അസസറി സിംറ്റംസ് കിട്ടുന്നുണ്ടാവും മിക്സിന്റെ. ആൻഡ് 171 എന്ന് പറയുന്നത് ആന്റിസോഡിക് റെമഡീസിന്റെ ഒരു സെഷൻ തന്നെ വേണ്ടിയത് നമ്മുടെ ക്രോണിക് കേസസ് ഒക്കെ ക്യൂർ ചെയ്യാനായിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ വൺ ഓഫ് അത് ബേസ്ഡ് ഓൺ ദ ടോട്ടാലിറ്റി വി ഹാവ് ടു ചേഞ്ച് ദ മെഡിസിൻ. അല്ലാതെ ഒരു മെഡിസിൻ വെച്ച് തന്നെ ഒരു ക്രോണിക് ഡിസീസ് ക്യൂർ ചെയ്യാനുള്ള ആ ഒരു സ്കിൽ വരുമാനം പോലും ഇല്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു ഐഡിയ വരരുത്.
And next 172 is telling about the difficulty in the way of flow for the symptoms of the disease being too fluid. അങ്ങനെ വൺ സൈഡ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു അപ്പോർഷനാണ് അപ്പോർഷൻ 173. ആൻഡ് അവിടെ അപ്പോർഷൻ 173 അദ്ദേഹം പറയുന്നുണ്ട് one sided diseases they are less amenable to cure, they have only few symptoms and they show only one or two principal symptoms and they belong to the class of chronic disease. And 170 diseases പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് അത് ടൈപ്സ് ആയിട്ട് പറയുന്നത് 174 definition we get in 173 and the types we get in 174. And അതിൽ തന്നെ ഇന്റേണൽ എക്സ്റ്റേണൽ എന്നുള്ള രണ്ട് ടൈപ്സ് പറയുന്നുണ്ട്. അതിൽ ഇന്റേണൽ എന്ന് പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഹെഡ് ഏക്ക് ഓഫ് ഇയേഴ്സ് ഡ്യൂറേഷൻ, ഡയറിയ ഓഫ് ലോങ് സ്റ്റാൻഡിംഗ് മിക്ചർ, ഏഷ്യൻ കാർഡിയോളജിയ, ഇതെല്ലാം ഇന്റേണൽ ആയിട്ടുള്ള ഓൺസൈറ്റ് ഡിസീസസിന്റെ ടൈപ്സ് പറയുന്നത്. പിന്നെ പറയുന്നത് എക്സ്റ്റേണൽ എന്നുള്ള ഒരു ടൈപ്പാണ്. അതിന്റെ പേര് ലോക്കൽ മാൽഡീസ് ആയിട്ടാണ് പറയുന്നത്. ലോക്കൽ മാൽഡീസ് ആസ് സച്ച് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 185 or 4%. ആൻഡ് പിന്നെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഫസ്റ്റ് കൊടുക്കുന്ന മെഡിസിൻ ശരിയാകത്തില്ല, പിന്നെയുള്ള മെഡിസിൻസ് ശരിയാകത്തുള്ളൂ എന്നൊക്കെ ഈ വൺ സൈഡ് ഡിസീസസിന്റെ കാര്യത്തിൽ ഹാൻഡ്മാൻ പറയുന്നുണ്ട്. ആൻഡ് അപ്പോർഷൻ 183 ഒക്കെ വരുമ്പോഴത്തേക്ക് ഹാൻഡ്മാൻ പറയുന്നത് ചില കണ്ടീഷൻസിൽ നമ്മൾ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും വരത്തില്ല. ബ്ലഡ് സ്റ്റേറ്റസ് ഒരു ബോഡി ഒക്കെ ആയിരിക്കും, നെർവ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ സ്റ്റാറ്റസ് മാറുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റിന് ഡിഫറൻസ് വരാനായിട്ട് ഓപ്പൺ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാര്യം ഇപ്പോൾ 183 എൻഫോഴ്സത്തിൽ പറയുന്നു. ആൻഡ് അതിന്റെ ഫോട്ടോയിലാണ് ഓപ്പിയം ഇതൊക്കെ റിമൂവ് ചെയ്യുന്നത് പറയും. ആസ് ഓഫ് നൗ ഈ ഓൺസൈഡ് ഡിസീസസിന്റെ ക്ലാസിഫിക്കേഷനിലുള്ള എക്സ്റ്റേണൽ ടൈപ്പ് അല്ലെങ്കിൽ ലോക്കൽ മാലഡീസ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് വരുന്നത് അഫോർട്സും 185 ആൻഡ് അതിൽ പറയുന്നത് തിയറിറ്റിക്കൽ അബ്സർവ് ഡോക്ട്രിൻ ആയിരുന്നു that led to the disastrous medical treatment that only the external part that showed the lesion only got involved. എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു. അതായിരുന്നു റോങ് കൺസെപ്റ്റ്. എക്സ്റ്റേണൽ പാർട്സ് മാത്രമാണ് അഫക്റ്റഡ് ആവുന്നത്, ഇന്റേണൽ ഓർഗൻസിലേക്ക് മാറ്റി യാതൊരു ബന്ധമില്ലാന്ന് വരുന്നത്. സോ അതിനെ പറ്റിയിട്ട് ഹാൻഡ്മാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. ലോക്കൽ മാലിഡീസിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു കോസ് കാരണം ഉണ്ടായ ഒരു ലീഷൻ, എക്സ്റ്റേണൽ ഒറിജിനുള്ള ലീഷന്, that is set in Aportion 186, and the other one that is of internal origin that do not rise from any of the external injury. അപ്പൊ ഈ സർജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ടു ദ ബോഡി ഫ്രം വിത്തൗട്ട് കാരണം ഉണ്ടാകുന്ന ലോക്കൽ മാലഡീസിനെ പറ്റി പറയുന്ന അഫോർസുമാണ് അഫോർസ് 186. ആൻഡ് ആ 186 ഡൈനാമിക് എയ്ഡ് നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാല് ഈ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള എന്തെങ്കിലും ഫീവർ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ ഡൈനാമിക് ആയിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഇന്റേണൽ ഒറിജിൻ ഉള്ളത് ഇന്റേണൽ റെമഡീസ് വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് അഫോർസ് 190 പറയുന്നുണ്ട്. ഇന്റേണൽ റെമഡി ആക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ എക്സ്റ്റേണൽ സർഫസിലുള്ള ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഇല്ലാതെ ചെയ്യുന്നത്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷനെ പാടില്ല എന്ന് പറയുന്നത് 194 അഫോഴ്സത്തിലാണ്. There is no need to rebel or apply any external remedy even though it is specific and appropriate at episodic treatment at last കൊടുക്കണം chronic ആയിട്ട് ലോക്കൽ മാലഡീസ്. ആൻഡ് എവിടെയാണ് ഹാനിമാൻ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. 282 അഫോർസത്തിന്റെ ഫോർത്ത് നോട്ടിൽ ഒത്തിരി ഇൻവെറ്ററേറ്റ് ആയിട്ടുള്ള ഒരു കേസ് ഓഫ് ഫിറ്റ് വാർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ബാക്കി ഒന്നിനും തന്നെ. ആൻഡ് 201 ഫുഡ് നോട്ടിൽ മെറ്റാസ്റ്റാസിസ് ഉണ്ടാകുന്നുണ്ട്. സ്കിൻ എറഷൻസ് ഒക്കെ നമ്മൾ സക്സസ് ചെയ്യുമ്പോൾ ലിംബ് സിസ്റ്റം അപ്പോൾ നെർവ്സ്. ആൻഡ് 205 ക്രോണിക് ഡിസീസ് ഹാൻഡ്മാൻ കുറെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തതിനെ പറ്റിയിട്ടുള്ള റെഫറൻസ് പറയുന്നുണ്ട്. മെറ്റാസ്കിമാറ്റിസം പറയുന്നുണ്ട്. ആൻഡ് 206 എന്ന് പറയുന്നത് അസൈൻഡ് കോസസിനെ പറ്റിയിട്ട് പറയുന്നതാണ്. 210 to 230 ഇതിനകത്ത് മെന്റൽ ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഈ 210 ഫസ്റ്റ് ഓപ്പണിംഗ് അഫോർസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെന്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ സോറത്തിന് ഒറിജിൻ ആണ്, വൺ സൈഡഡ് ഡിസീസ് ആണ്. എന്താ പറയാ, സെപ്പറേറ്റ് ഒരു ക്ലാസ് ഓഫ് ഡിസീസ് ആയിട്ടല്ല നിൽക്കുന്നത് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നത് 210 ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഡിസ്പോസിഷൻ ഓഫ് മൈൻഡ് ഒക്കെ നമ്മൾ ഒത്തിരി നമ്മൾ എല്ലാ കേസസിലും നോക്കുമെന്ന് പറയുന്നത് 211 പറയുന്നത്. ആക്ച്വലി ഒരു ടൈപ്സ് ഓഫ് മെന്റൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരു 4 ടൈപ്സ് ഓഫ് മെന്റൽ ഡിസീസ് ആണ് പറയുന്നുള്ളത്. 216 ഫസ്റ്റ് ടൈപ്പ് സൊമാറ്റോസൈക്കിക് എന്ന് പറയും. അതായത് നമ്മുടെ കോർപ്പറൽ ഡിസീസിൽ നിന്ന് മാറിയിട്ട്
ഒരു കൈൻഡ് ഓഫ് ഇൻസാനിറ്റി അല്ലെങ്കിൽ മെലങ്കോളിയിലോട്ടൊക്കെ എത്തിപ്പെടുന്നത് വൺ സൈഡ് നേച്ചറിൽ വരുന്നതാണ് 216 എന്ന് പറയുന്നത്. 221 എന്ന് പറയുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് മെന്റൽ ഡിസീസ് ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള അക്യൂട്ട് ഒറിജിൻ ആയിട്ടുള്ള ഒരു ഇൻസാനിറ്റി ഓർ മാനിയാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് അക്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ അക്യൂട്ട് ആയിട്ടുള്ള റെമഡിയാണ് ഫസ്റ്റ് കൊടുക്കുക. അതിനെ ഫോളോ ചെയ്തിട്ടാണ് ആന്റിസോറിക്സ് കൊടുക്കുക എന്ന് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന ചില ആന്റിസോറിക്സിന്റെ പേരുകൾ ആ ഒരു അഫോർസത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 ആന്റിസോറിക് മെഡിസിൻസ് ഫോർ അക്യൂട്ട് ഇൻസാനിറ്റി ഒരു മാനിയ പറഞ്ഞിട്ടുണ്ട്. അക്രണിക്, ബെലഡോണ, സ്ട്രമോണിയം, ഹയോസേമസ് ആൻഡ് മെർക്കുറി. ആൻഡ് നമ്മൾ എങ്ങനെ മെഡിസിൻ കൊടുത്തിരുന്നാലും ഹൈലി പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഡോസസിലാണ് കൊടുക്കേണ്ടതെന്നും പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ട്രീറ്റ്മെന്റിൽ ആ ബാക്കി ഒരു സോറയുടെ ഒരു വേര് അവിടെ ഉള്ളത് കാരണം ഒരു ആന്റിസോറിക് ട്രീറ്റ്മെന്റും കൂടെ കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ട് ടു ക്യൂർ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് അഫോർസൻ 224 ഡീറ്റെയിലിംഗ് അബൌട്ട് ഡൗട്ട്ഫുൾ മെന്റൽ ഡിസീസ്. അത് വെദർ ഇറ്റ് ഈസ് അറൈസിംഗ് ഫ്രം എ കോർപ്പോറൽ അഫെക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഫോർട്ട് ഓഫ് എഡ്യൂക്കേഷൻ, പ്രാക്ടീസ്, കറക്റ്റ് മോറൽസ്, നെഗ്ലക്ട് ഓഫ് മൈൻഡ് കാരണമാണെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ സോ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സൈക്കിക്കൽ റെമഡീസ് എന്നുള്ള ഫോമിൽ എന്താ പറയുക ഫ്രണ്ട്ലി എക്സോട്ടേഷൻസ്, കൺസൾട്ടറി ആർഗ്യുമെന്റ്സ് അങ്ങനെയൊക്കെ കൊടുക്കാനുണ്ട്. ആൻഡ് അഗെയിൻ ആഫ്റ്റർ ദ തേർഡ് ടൈപ്പ് അഗെയിൻ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർത്ത് ടൈപ്പ് ഓഫ് ഡിസീസ് അത് സൈക്കോസൊമാറ്റിക് ആണ്. ഒത്തിരി ലോങ് കണ്ടിന്യൂഡ് ആയിട്ടുള്ള വറി അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള പ്രോസസ് ഒക്കെ കാരണം അവരുടെ ഫിസിക്കൽ ഹെൽത്ത് വന്നിട്ട് വളരെയധികം ഡിറ്റീരിയേറ്റഡ് ആയിട്ട് അത് പ്രസന്റ് ചെയ്യും. അതാണ് ദാറ്റ് ഇസ് 225 ടൈപ്പ് 4 ഡിസീസ്. ആൻഡ് അവിടെ നമ്മൾ സൈക്കിക്കൽ റെമഡീസ് ഇതുപോലെ കോൺഫിഡൻസ്, ഫ്രണ്ട്ലി എക്സോട്ടേഷൻസ്, അഡ്വൈസസ് ഒക്കെ കൊടുക്കും. സോ സൈക്കിക്കൽ റെമഡീസ് എന്നുള്ള ഏത് അഫോർസത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ 226th അഫോർസം എന്നാണ് പറയേണ്ടത്. ആൻഡ് നമ്മൾ ഇനി 219 ഞാൻ ലൂസിഡ് ഇന്റർവൽ പോകും. 219 ഞാൻ ഇന്നലെ ലൂസിഡ് ഇന്റർവലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസെൻഡ് എലിവേഷൻ ഓഫ് സൈക്കിക്കൽ ഡിസീസ് ഒക്കേഴ്സ് ദെയർ. അപ്പോൾ കുറച്ച് പർപ്പസ് സിംറ്റംസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഒരു ഇന്റർവലാണ് ലൂസിഡ് ഇന്റർവൽ എന്ന് പറയുന്നത്. ആൻഡ് 228 നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഓക്സിലറി മെന്റൽ റെജിമൻ ആണ്. നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് കൂടുതലും പറയുന്നത്. നമ്മൾ അവരെ ബിലീവ് ചെയ്യുന്നു ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു മാനിയർ എടുത്ത് നമ്മൾ കാം ആൻഡ് കൂൾ ഫേം റെസൊല്യൂഷൻ ആയിരിക്കണം. ഡോണ്ട് ഫീൽ പെർലെസ് ലാമിനേഷൻ ഡിസ്പ്ലേ ആയിരിക്കണം ഇൻ ലുക്സ് ആൻഡ് ജസ്റ്റേഴ്സ്. ടു സെൻസ്ലെസ് ചാപ്റ്ററിംഗ് വി ഹാവ് ടു ബി ഇൻ സൈലൻസ് ബൈ ഇറ്റ് ഇസ് നോട്ട് എ ഹോളി ഇൻഅറ്റൻഷൻ. ആൻഡ് ഡിസ്കസ്റ്റിംഗ് ആൻഡ് അബമിനൽ കണ്ടക്റ്റിൽ ടോട്ടൽ ഇൻഅറ്റൻഷൻ ആണ്. കോർപ്പറൽ പണിഷ്മെന്റ്സും ടോർച്ചേഴ്സ് ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കണം. ആൻഡ് വി ഷുഡ് ഓൾസോ പ്രിവെന്റ് ദ ഡിസ്ട്രക്ഷൻ ആൻഡ് ഇഞ്ചുറി ഓഫ് സറൗണ്ടിങ് ഒബ്ജക്ട്സ്. അപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ സാധനങ്ങൾ അവർ നശിപ്പിക്കാതിരിക്കാനും അവരെ റിപ്രോച്ച് ചെയ്യാതെ വഴക്ക് പറയാതെ നമ്മൾ തന്നെ കുറച്ച് കെയർഫുൾ ആയിട്ട് മാറ്റിയും വെക്കണം. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദിസ് മെന്റൽ ഡിസീസ്. അപ്പൊ ഇതിൽ നമ്മൾ ഫിസിഷ്യനും കീപ്പറും എപ്പോഴും പേഷ്യന്റിനെ ബിലീവ് ചെയ്യണം എന്ന് പറയുന്നത് 229 ആൻഡ് വയലന്റ് ആയിട്ടുള്ള ഇൻസുലിൻ മാനിയ ആൻഡ് മെലങ്കോളിക് ഉള്ളവരെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ട്രീറ്റ് ചെയ്യണം. അതായത് അസൈലംസിലൊക്കെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ആ 229 ഫുട്നോട്ട് ഉണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഇന്റർമീഡിയറ്റ് ഡിസീസ്. ഇന്റർമീഡിയറ്റ് ഡിസീസ് ജസ്റ്റ് കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർമീഡിയറ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഡിസേർവ് സ്പെഷ്യൽ കൺസിഡറേഷൻ. അവിടെ സർട്ടൻ പീരിയഡ്സിൽ വരെ റെക്കർ ചെയ്യുന്നുണ്ട്. ആൾട്ടർനേറ്റിംഗ് ഡിസീസിന്റെ ഡെഫിനിഷൻ പോലെ അതേ അഫോർസത്തിൽ തന്നെയുണ്ട്. Certain morbid states they alternate at uncertain intervals with morbid states of a different type. അതിന്റെ തന്നെ 232 അഫോർസത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ഡിസീസസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആ പറയുന്നത്. ദാറ്റ് ഈസ് ദേ ബിലോങ് ടു ദ ക്ലാസ് ഓഫ് ഡിസീസ്. അവിടെ ഒരു സോറോ അലോങ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് സിഫ്രറ്റിക് മയസം ഉണ്ടാകാം. ആന്റിസോറിക് മെഡിസിൻസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആന്റിസിഫ്ലിറ്റിക് മെഡിസിൻസ് ഹാവ് ടു ബി ഗിവൻ. അതിന്റെ തന്നെ ഫുട്നോട്ടിലാണ് ടൈപ്സ് പറയുന്നുണ്ട്. ഡബിൾ ഓൾട്ടർനേറ്റീവ് ഡിസീസ്, 3-fold ഓൾട്ടർനേറ്റീവ് ഡിസീസ് ആൻഡ് ഓപ്പോസിറ്റ് ഫോൾഡ് ഓൾട്ടർനേറ്റീവ് ഡിസീസസ്. നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ഇന്റർമിറ്റന്റ് ഡിസീസ്. അതിന്റെ ഒരു ഡെഫിനിഷനിൽ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷനിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് 233. Morbid state of unvaried character returns at a fixed period while the patient is in good health, and they departure at also equal fixed period. So ഇന്റർമിറ്റന്റ് ഫീവറിന്റെ ക്ലാസിഫിക്കേഷൻ ഇന്നലെ ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. ഫെബ്രൈൽ, നോൺ ഫെബ്രൈൽ എന്നുള്ള ടൈപ്സ് ആണ്. ഫെബ്രൈൽ ടൈപ്പിൽ 4 ടൈപ്സ് ആയിട്ട് വരുന്നുണ്ട്. എപ്പിഡമിക് ഓഫ് സ്പൊറാഡിക്, സോറിക്, പെർനീഷ്യസ് ആൻഡ് എൻഡമിക് ഫീവേഴ്സ്. ആൻഡ് ഈ സ്പൊറാഡിക് അല്ലെങ്കിൽ എപ്പിഡമിക് ആയിട്ടുള്ള ഒരു
ഇന്റർമീഡിയറ്റ് ഫീവർ വരുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ ജനറൽ കോഴ്സ് ഓഫ് കോൾഡ് മെഡിസിൻസിനാണ് കൊടുക്കേണ്ടത്. And symptom of the patient's health during the interval when he is free from the fever എന്നുള്ളതായിരിക്കണം ചീഫ് ഗൈഡ് ഇൻ ദ സെലക്ഷൻ ഓഫ് ദ അപ്രോപ്രിയേറ്റ് റെമഡി. ആൻഡ് അടുത്ത് പറയുന്ന ഒരു സോറിക് ഈ ഒരു എപ്പിഡമിക് ആയിട്ടുള്ള ഇന്റർമീഡിയന്റ് ഫീവറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ it is stated in 236 that it has to be given immediately or soon after the termination of the paroxysm. Apyretic ആയിട്ടുള്ള ഇന്റർവൽ നോക്കിയിട്ട് നമ്മൾ കൊടുക്കണം. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇഫ് ദ apyretic interval is very short is that the medicine has to be administered when the perspiration begins to abate. അത് 237 എന്നാണ് പറയുന്നത്. ആൻഡ് സോറിക് ഇന്റർമീഡിയന്റ് ഫീവർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മെഡിസിൻസ് കൊടുത്തിട്ട് വന്നിരുന്നാലും എപ്പോഴും വരുന്ന ഒരു ടെൻഡൻസി കാണിക്കും. സോർ അതിന്റെ ബേസിലുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്നത് സൾഫർ അല്ലെങ്കിൽ ഹെപ്പാസ് ഹൈപ്പോട്ടൻസിയിൽ കൊടുക്കും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡോസ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ടു റെയർലി റിപ്പീറ്റിംഗ് ആയിരിക്കും. നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യത്തില്ല. ആൻഡ് 243 പെർനീഷ്യസ് ഇന്റർമീഡിയറ്റ് ഫീവറിനെ പറ്റി പറയുന്നത് അതും ജനറൽ ക്ലാസ് ഓഫ് കോൾഡ് മെഡിസിൻസിലാണ് നമ്മൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ആന്റിസോറിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ട് പോകേണ്ടത്. ആൻഡ് ദ ഫോർത്ത് ടൈപ്പ് ഓഫ് എൻഡമിക് ഫീവർ എന്ന് പറയുന്നത് മാർഷൽ ഡിസ്ട്രിക്ട്സിലൊക്കെ കാണുന്നത് പോലെയാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഹൈലി പൊട്ടനൈസ്ഡ് ആയിട്ടുള്ള സിൻകോമ ബാർക്ക് കൊടുക്കുന്നുണ്ട്. മോഡ് ഓഫ് ലിവിംഗും എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ചില ഡിസ്ട്രിക്ട്സ് മാർഷി ഡിസ്ട്രിക്ട്സ് ഇന്നത്തെ ഡ്രൈ മൗണ്ടൻ ഏരിയാസിലൊക്കെ പേഷ്യൻസിനോട് പോകാൻ പറയുന്നുണ്ട്. നല്ല ഒരു ഇൻക്ലൂഷൻ എക്സ്പ്രേഷൻ ബോഡി റെജിമെൻ ഒക്കെ ഫോളോ ചെയ്യാനൊക്കെ പറയാറുണ്ട്. എല്ലാം ചെയ്തിട്ട് ഇത്തരത്തിൽ തോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് സോഡോ ബേസിസ് ഉള്ളത് കൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ആന്റിസെപ്റ്റിക്സ് കൊടുത്ത് കറക്റ്റ് ചെയ്യാം. സോ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Shall we start with question discussions? Yes, ma'am. Yes, ma'am. സോ ഇതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാം റൂഡിമെന്റ്സ് ഓഫ് ട്യൂബ് മെറ്റലമെഡിക്ക എവിടെയാണ്? Fragmenta diuribus. ഈ ട്രൂ പ്യുവർ മെറ്റലമെഡിക്ക എന്ന് പറയുമ്പോൾ റെക്കോർഡ്സ് ഓഫ് എ പോയിസണിങ് അത് നമ്മൾ എങ്ങനെയാ കോറിലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ ആക്ച്വലി ഈ ഒരു മെറ്റലമെഡിക്കയുടെ കൺസെപ്റ്റ് വരുന്നത് എവിടെയാണ്? നമുക്ക് ഡ്രഗ് പ്രൂവിംഗിലാണ് ടുവേർഡ്സ് ദ ലാസ്റ്റ് 143 ഒരു ട്രൂ മെറ്റലമെഡിക്കയും പ്യുവർ മെറ്റലമെഡിക്ക 144 വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു മെറ്റലമെഡിക്ക ഉണ്ടാകുന്നതിന്റെ തന്നെ ആദ്യമേ ഉള്ള ട്രൂ റൂഡിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്ന പോയിസണിന്റെ ഹിസ്റ്ററീസ് റെക്കോർഡ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇതിലേക്ക് ഒരു തുടക്കം എന്ന് പറയുന്നത്. സോ ഹിസ്റ്ററീസ് ഓഫ് പോയിസണിങ്സ് എന്നുള്ള വേർഡ് തന്നെ അഫോഴ്സം 110 അവിടെയാണ് ഈ റൂഡിമെന്റ്സ് ഓഫ് ട്രൂ പ്യുവർ മെറ്റലമെഡിക്ക എന്നുള്ള വേർഡ് ഉള്ളത്. അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നവര്. അപ്പം അഫോഴ്സം 110 നിങ്ങൾക്ക് വായിക്കുവാണെങ്കിൽ ഈ രണ്ട് വാക്കുകളും നിങ്ങൾക്ക് അവിടെ കാണാം. ഹിസ്റ്ററീസ് ഓഫ് പോയിസണിങ് അവിടെ ഉണ്ടാകും, റൂഡിമെന്റ് ഓഫ് ട്രൂ പ്യുവർ മെറ്റലമെഡിക്കയും നമ്മൾ ഉണ്ടാകും. അപ്പൊ ഒരിക്കൽ നിങ്ങൾ അത് വായിച്ച് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ ആൻസർ തെറ്റില്ല. അഫോഴ്സം 110 വായിക്കുക. ഹാനിമാൻസ് അഡ്വൈസ് ഫോർ ആന്റിപ്പതി. എപ്പോഴൊക്കെയാണ് ഹാനിമാൻ ഒരു ആന്റിപ്പതി അഡ്വൈസ് ചെയ്തിരുന്നത്? ഏത് ഫുഡ് നോട്ടിലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? ഞാൻ ഇന്നത്തെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. 67 ഫുഡ് നോട്ട് എടുത്ത് വായിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു തന്നെ. ഹാനിമാൻസ് അഡ്വൈസ് ഫോർ ആന്റിപ്പതി വെൻ മോസ്റ്റ് അർജന്റ് കേസസ് ഉണ്ടോ? ഉണ്ട്. നോ ടൈം ഫോർ ദ ആക്ഷൻ ഓഫ് ഹോമിയോപ്പതിക് റെമഡി ഉണ്ടോ? ഉണ്ട്. ഏതെങ്കിലും റിമൂവ് ചെയ്യാനുള്ള ഡിസീസ് ഉണ്ടായിരുന്നോ? ഇല്ല. ദർ ഇസ് നോ ഡിസീസ് ടു ബി റിമൂവ്. അതും കറക്റ്റ് ആണ്. ദർ ഇസ് ഒബ്സ്ട്രക്ഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ദ ഹെൽത്തി വൈറ്റൽ ഫോഴ്സ് ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ അഫോഴ്സും ബുക്ക് ഉണ്ടോ? So the answer is C. 1, 2, 3, 4. ഹാനിമാൻ എപ്പോഴാണ് ആന്റിപ്പതി അഡ്വൈസ് ചെയ്തത്? അതാണ് ആ 67 ഫുഡ് നോട്ടിൽ പറയുന്നത്. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? Yes, ma'am.
ക്ലിയർ ആണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ അഫോറിസംസ് ബുക്സ് കയ്യിൽ അടുത്ത് വെച്ചേക്കുക. പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റും, മുന്നേ മാർക്ക് ചെയ്യാനും പറ്റും. ഡൈനാമിക് ന്യൂട്രലൈസേഷൻ ഈസ് സീൻ ഇൻ ഡാഷ്. എന്താണ് ഇതിന്റെ ആൻസർ? ഡൈനാമിക് ആയിട്ടുള്ള ഒരു ന്യൂട്രലൈസേഷൻ എവിടെയാ വരുന്നത്? 69 upwards. പാടം സി സി ഹോമിയോപ്പതി. ആന്റിപ്പതിയിലോ? ആന്റിപ്പതിയിൽ ഒരിക്കലും വരാം. 69 സപ്പോർട്ട്സും വായിക്കുക. ഡൈനാമിക് ന്യൂട്രലൈസേഷൻ ഒരു വാക്ക് തന്നെയുണ്ട്. നമ്മൾ എന്ത് കാര്യം ഡൈനാമിക് ആയിട്ട് വന്നാലും അത് ഹോമിയോപ്പതിയിലുള്ളത്. ഡൈനാമിക് ന്യൂട്രലൈസേഷൻ ഇസ് സീൻ ഇൻ ഹോമിയോപ്പതി. അഫോർട്സും 69. And large doses of the specific remedies is advised in dash. എവിടെയാണ് ലാർജ് ഡോസ് ഓഫ് സ്പെസിഫിക് റെമഡീസ് പറയുന്നത്? നമ്മൾ ആക്ച്വലി ക്രോണിക് ഡിസീസ് പറഞ്ഞു ആരും പറയുന്നില്ല. ലാർജ് ഡോസസ് ഓഫ് സ്പെസിഫിക് റെമഡീസ് എന്ന് പറയുന്നത് പ്രൈമറി മാനിഫെസ്റ്റേഷൻസ് ഓഫ് ക്രോണിക് ഡിസീസിൽ അതിന് ട്രീറ്റ് ചെയ്യാനാണ് ലാർജ് ഡോസസ് ഓഫ് സ്പെസിഫിക് റെമഡീസ് പറയുന്നത്. അഫോർസം 282 ഫുട് നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സെന്റൻസ് അതുപോലെ കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് അതിന്റെ പ്രൊട്ടക്ടിങ് പോസ്റ്റീരിയോറിറ്റി ഇൻ അഡ്വാൻസ് ഇസ് റിലേറ്റഡ് ടു ഡാഷ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിന് ആൻസർ ഏതായിട്ടാ തോന്നുന്നത്? ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് 284 ഫുട് നോട്ട് ബേസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ഡ്യൂറിംഗ് പ്രഗ്നൻസിയുടെ കാര്യം ഹാനിമാൻ പറയുന്നുണ്ട്. സൾഫർ ഡൈനമൈസേഷൻ കൊടുക്കാനായിട്ട് മെറിറ്റ്സ് ഓഫ് ആന്റിസോറിക് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രഗ്നൻസി എന്നുള്ളത്. സോ അതിനെയാണ് അവിടെയാണ് ടുവേർഡ്സ് ദ ലാസ്റ്റ് ഓഫ് ദ ഫുട് നോട്ട് അതിൽ പറയുന്നുണ്ട് ആ സോറ വിത്തിൻ ദ ഫീറ്റസ് ആൻഡ് ദ മദർ ഡിസ്ട്രക്ട് ചെയ്തിട്ട് പ്രൊട്ടക്ടിങ് പോസ്റ്റീരിയോറിറ്റി ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സോ 284 ഫുട് നോട്ട് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ട്രീറ്റ്മെന്റ് ഡ്യൂറിംഗ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. The sign A in the textbook of organon of medicine indicates what? A എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ organon textbook? വെരി ഗുഡ്. Then happy go lucky operation എന്താണ്? Similar disease ല് അഫോർസം 51. The whole 51 അഫോർസം 51 similar disease. The whole of the symptoms are arrogated and annihilated in order set by Hahnemann in aforsum number dash. ഹാനിമാൻ ഏത് അഫോർസത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? നിങ്ങൾ അതിനകത്തുള്ള ഓപ്ഷൻസ് ഉള്ള അഫോർസംസ് എടുത്ത് നോക്കൂ. 79 നോക്കണ്ട, ബാക്കി 10, 15, 17 നോക്കിക്കോളൂ. 17 ആണ്. അതെ 17 ആണ്. The physician has to remove only the whole of the symptoms. ആ ടോട്ടാലിറ്റി മാത്രം മാറ്റിയാൽ മതി. So the whole of the symptoms are arrogated and annihilated for a cure. Then law of simplex means law of simplex എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ മെഡിസിൻ ഇൻ മിനിമം ഡോസ്. കേട്ടോ, സിംഗിൾ മെഡിസിൻ ഇൻ സിമ്പിൾ ഫോം ആണ് ലോ ഓഫ് സിംപ്ലെക്സ്. അഫോർസം 272 ഒന്ന് വായിച്ചാൽ മതി. സിംഗിൾ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. സിംഗിൾ മെഡിസിൻ ഇൻ സിമ്പിൾ ഫോം ആണ് സിംപ്ലെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു ഓർഗനോൺ of medicine, miasm for the cancer of lips and of the face is which എന്നാണ്. ഇത് ആക്ച്വലി നമ്മുടെ മയാസം പാർട്ടി എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, അഫോർസംസ് പാർട്ടി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വൺ സൈഡഡ് ഡിസീസസിന്റെ ഒക്കെ ഒരു റേഞ്ചിനകത്താണ് ഇത് വരുന്നത്. മയാസം ഓഫ് ക്യാൻസർ ആൻഡ് ലിപ്സ്, ക്യാൻസർ ഓഫ് ലിപ്സ് ആൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. അത് രണ്ടെണ്ണം കമ്പൈൻഡ് ആയിട്ട് ബ്ലെൻഡ് ആകുമ്പോഴാണ്, രണ്ട് മയസംസ് ബ്ലെൻഡ് ആകുമ്പോഴാണ് ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നത്.
ഞാന് Option D. one option D, syphilis and psychosis. No, it is option C. Sorry, option C അല്ലല്ലോ, B, സോറ ആൻഡ് സിഫിലിസ് ആണ്. നമ്മുടെ അഫോർസം 205 ഇല്ലേ, അഫോർസം 205 അതിന്റെ ഫുഡ് നോട്ടിൽ നിങ്ങൾ വായിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് കിട്ടും. ആ ഒരു ഫുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ മെറ്റാസ്കീമാറ്റിസത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ മെറ്റാസ്കീമാറ്റിസത്തിന് പറയുന്ന സ്ഥലത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്നുള്ള ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ആർസനിക്കൽ റെമഡി എന്നൊക്കെ ഉള്ളതിന്റെ കുറച്ച് മുന്നേ ആയിട്ട് പറയുന്നുണ്ട്. സോറ കമ്പൈൻഡ് വിത്ത് ഹൈലി ഡെവലപ്ഡ് സോറ ഇൻ കൺജക്ഷൻ വിത്ത് സിഫിലിസ് ആണ് ക്യാൻസർ ഓഫ് ലിപ്സ് ആൻഡ് ഫേസ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ. അഫോർസം 205 ഫുഡ് വായിക്കുക. So, among the 4 types of mental disease, according to Hahnemann, real, moral or mental disease is which type? 4 type of mental disease. യഥാർത്ഥത്തിലുള്ള മോറൽ ഓർ മെന്റൽ ഡിസീസ് ഏതാണ്? ടൈപ്പ് 2 ആണോ? ടൈപ്പ് 2 അല്ല. ടൈപ്പ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇൻസാനിറ്റി അങ്ങനെ വരുന്നതാണ്. അതിലെ ടൈപ്പ് 1 ആണ് ആൻസർ. ടൈപ്പ് 1 എങ്ങനെയാണ് ആൻസറിലോട്ട് വന്നതെന്ന് വെച്ചാല് നമ്മുടെ ശരിക്കും പറഞ്ഞാല് മെന്റൽ ഡിസീസ് സോറിക് ഒറിജിൻ ഉള്ളതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു ക്രോണിക് ഡിസീസിന്റെ ഒരു ക്ലാസ്സിലുള്ളതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ടൈപ്പ് 2 അക്യൂട്ട് ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള ഒരു മാനിയെ നമ്മൾ എന്താ പറഞ്ഞത് ഒന്ന് മാറ്റി നിർത്തിയത്. ഈ ശരിക്കും പറഞ്ഞാൽ ഒരു കോർപ്പോറിയൽ ആയിട്ടുള്ള ഒരു ഡിസീസ് വന്നിട്ട് ടൈപ്പ് 1 അതിനുശേഷം അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ മെന്റൽ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പ്ലെയിനിലോട്ട് ആ കോർപ്പോറൽ ഡിസീസ് കുറയുന്നതിനനുസരിച്ചോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു മോറൽ അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസീസ് വരുന്നത്. അങ്ങനെ ഇതിന്റെ ആൻസർ ടൈപ്പ് 1 ആയിട്ടാണ് പറയുന്നത്. ഡൗട്ട്ഫുൾ ഒറിജിൻ ഉള്ളത് പറയുന്നില്ല. അത് ക്ലിയർ ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസീസ് അല്ല. അക്യൂട്ട് ആയിട്ട് വരുന്ന ഇൻസാനിറ്റി ഓഫ് മാനിയും അല്ല പറയുന്നത്. നമ്മുടെ സൊമാറ്റോ സൈക്കിക് ആയിട്ടുള്ളതാണ് പറയുന്നത്. ടൈപ്പ് 1 വിച്ച് ഈസ് ദ റിയൽ മോറൽ ഓർ മെന്റൽ ഡിസീസ്. Which one is not true in relation to pernicious intermittent fever? Pernicious ആയിട്ടുള്ള ഇന്റർമീഡിയന്റ് ഫീവറിനെ സംബന്ധിച്ച് കറക്റ്റ് അല്ലാത്തത് എന്താണ് എന്നാണ് ചോദ്യം. പെർനീഷ്യസ് ഇന്റർമിറ്റന്റ് ഫീവർ രേഖകൾ 243 അഫോർസമാണ്. പെർനീഷ്യസ് ഇന്റർമിറ്റന്റ് ഫീവർ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കിക്കേ, എന്നിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. A single person is affected. നമ്മൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഈസ് നോട്ട് ട്രൂ ഇൻ റിലേഷൻ ടു പെർനീഷ്യസ് ഇന്റർമിറ്റന്റ് ഫീവർ. സി ആണ് ആൻസർ. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതർ ക്ലാസ് ഓഫ് പ്രൂവ്ഡ് മെഡിസിൻസ് ആണ് ആദ്യം വരുന്നത്. അതിനുശേഷമാണ് ആന്റിസോറിക് പറയുന്നത്. ഇവിടുത്തെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയോ, ആന്റിസ്പോറിക് മെഡിസിൻസ് ഈസ് ടു ബി ഗിവൺ ഫസ്റ്റ്. അത് സത്യമായിട്ടുള്ള കാര്യമാണോ? അല്ല. പെർനീഷ്യസ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫീവറിൽ മാർഷി ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നവരല്ല. അത് കറക്റ്റ് ആണ്. കാരണം എൻഡമിക് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫീവർ ആണ് മാർഷി ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നവർക്ക് വരുന്നത്. സിംഗിൾ പേഴ്സൺ അഫക്റ്റഡ് ആണ് ആകാം. അവിടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എപ്പിഡമിക് ആയിട്ടല്ല വരുന്നത്. ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് എപ്പിഡമിക് ആണ്. അല്ലാത്തത് സിംഗിൾ ആയിട്ട് പോകുന്നത് എൻഡമിക് ആകാം, പെർനീഷ്യസ് ആവാം, സോറിക് ഇന്റർമീഡിയറ്റ് ഫീവർ ആവാം, എന്തുമാവാം. ആൻഡ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പക്ഷെ പറഞ്ഞിരിക്കുന്നത് ആന്റിസോറിക് മെഡിസിൻ ഈസ് ടു ബി ഗിവൺ ഫസ്റ്റ്. അത് നമുക്കറിയാം. പെർനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സെക്കൻഡ് ചോയ്സിനാണ് ആന്റിസോറിക്സ് വരുന്നത്, സോറോ ബേസിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്. അതുവരെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ജനറൽ സ്റ്റോർ ഓഫ് മെഡിസിൻസിനെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ അതിന്റെ ആൻസർ സി, ആന്റിസോറിക് മെഡിസിൻ ഈസ് ടു ബി given first. Aforsum 243. According to Dr. Hahnemann, substances that belong to animal and vegetable kingdom possess their medicinal properties most perfectly by or most perfectly. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Prostate. ഡി. ഡി ആണോ നിങ്ങൾ? ഡി, റോസ്റ്റേറ്റ്. ഓക്കെ, ഏത് അഫോർസ് ആണ് നിങ്ങൾക്ക് അറിയാവോ?
266 വായിക്കണം കേട്ടോ. 266 അഫോർസത്തിനകത്ത് ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ അഫോർസത്തിൽ. അത് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. Old practitioners who confessed before the world their cruelty towards their sick fellow creatures was. പണ്ടത്തെ കാലത്തെ പ്രാക്ടീഷണേഴ്സിനകത്തിൽ നിന്ന് തങ്ങൾ ചെയ്തതെല്ലാം ക്രൂരതയാണ്, തങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങളോട് ക്രിയേച്ചേഴ്സിനോട് ചെയ്തിട്ടുള്ളത് മൊത്തം ദുഷ്ടതനങ്ങളാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് ഇതിനകത്ത്. ആ ഓൾഡ് സ്കൂൾ പ്രാക്ടീഷണേഴ്സ് അത് ആരാണ് എന്നാണ് ചോദ്യം. നമുക്ക് ഡിക്കാർഡിങ് അല്ലാന്ന് അറിയാം. ഏതാണ്? ബി. ഡെത്താർഡിങ്. ബി ആണ് ആൻസർ. ക്രുഗർ ഹാൻസൺ ബി. അവിടെ എവിടെ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പോവാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് സ്കൂൾക്കാരുടെ ഈ ഒരു കാര്യം അതിനകത്ത് ക്രുഗർ ഹാൻസൺ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ. അതിനകത്ത് പിന്നെ നിങ്ങളുടെ ബുക്കിലേക്ക് പേജ് നമ്പേഴ്സ് ഡിഫറെന്റ് ആണ്. ഒരു 6th and 6th എഡിഷന്റെ ബുക്കിനകത്ത് നോക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കാണാം കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ word reveries can be found in number 1. Footnote 1. കേൾക്കുന്നില്ല, എന്താണ്? 1. അഫോർസം 1 എന്ന് പറയരുത്, ഫുട്നോട്ട് 1 എന്ന് പറയണം കേട്ടോ. ഫുട്നോട്ട് 1 ആണ് ലേൺ റെവറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നത്. അവിടെ തന്നെയാണ് തിയററ്റിക് മെഡിസിൻ എന്നുള്ളത് പറയുന്നത്. പ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ MCQ എന്ന് പറയുന്നതും അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ 3 ടൈപ്പ് ഓഫ് MCQs നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ഫുട്നോട്ടിൽ നിന്നുണ്ട്. പ്രോക്സിമേറ്റ് കോസ്റ്റ്, ലേൺ റെവറീസ് ആൻഡ് തിയററ്റിക് മെഡിസിൻ. ഇത് 3 ചോദിച്ചേക്കാം. So next is conjoined melody given in aphorism. Conjoined melody എവിടെയായിട്ടാണ് നിങ്ങൾക്ക് വരിക? കേസ് സ്റ്റഡിയുടെ സെക്ഷനിലാണ്. 92. Then sporadic disease can be caused by 92. D. Meteoric. Okay. Next question, sporadic disease. Meteoric or telluric process. ആകാശത്ത് വരുന്ന മാറ്റങ്ങളും ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളും അത് കാരണമാണ് സ്പൊറാഡിക് ഡിസീസ് എന്ന് വരുന്നത്. ഓക്കെ. ബെസ്റ്റ് ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ ഇൻ ഇന്റർമീഡിയന്റ് ഫീവർ. ഇന്റർമീഡിയന്റ് ഫീവറിൽ എപ്പോഴാണ് നമുക്ക് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ടൈം എന്ന് പറയുന്നത്? അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഓപ്ഷൻസ് ഏതൊക്കെയാ പറഞ്ഞത്? ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഫൈനലൈസ് ചെയ്യൂ. എല്ലാവരും പല ഓപ്ഷൻസും പറഞ്ഞു. Which one is the right one? A ആണ് അതിൽ കറക്റ്റ്. ഡ്യൂറിംഗ് ദ apyrexia സ്റ്റേജ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അഫോർസം 236 എടുത്ത് പറയുക, വായിക്കുക. നമ്മുടെ എപ്പിഡമിക് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയന്റ് ഫീവറിന്റെ കേസ് പറയുന്നതിൽ അവന്റെ മെഡിസിനൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് പറയുന്ന അഫോർസം 236 അഫോർസം ആണ്. അവിടെ പറയുന്നുണ്ട് apyrexia സ്റ്റേജിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. apyrexia സ്റ്റേജ് വളരെ ഷോർട്ട് ആയിട്ടുള്ളപ്പോഴാണ് നമ്മൾ പെർസ്പിറേഷൻ സ്റ്റേജിൽ കൊടുത്താൽ മതി എന്ന് നെക്സ്റ്റ് അഫോർസത്തിൽ പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ഒരു ഇന്റർമീഡിയന്റ് ഫീവറിന്റെ മെഡിസിൻ കൊടുക്കാന്ന് ചോദിച്ചാല് പനി ഇല്ലാതിരിക്കുന്ന സമയത്താണ് കൊടുക്കുന്നത്, apyrexia സ്റ്റേജിൽ. Then the desire of the patient affected by an acute disease with regard to food and drink leaves dash. Palliative relief. പാലിയേറ്റീവ് റിലീഫ്. ഏത് അഫോർസം ആണ് പറഞ്ഞത്? അഫോർസം കൂടെ പറഞ്ഞത്. നമുക്ക് പാലിയേറ്റീവ് റിലീഫ് ആണ് കിട്ടുന്നതെന്ന് പറയുന്ന അഫോർസം ഉണ്ട്, അതും കൂടെ പറഞ്ഞിരുന്നു. അക്യൂട്ട് ഡിസീസിന്റെ ഡയറ്റ് റെജിമെൻ എവിടെയൊക്കെയാ വരുന്നത് അഫോർസംസിൽ? 262 മാത്രമേ ഉള്ളൂ. അതിലെവിടെ 262, 63 ആണ് നമുക്ക് അക്യൂട്ട് ഡിസീസിൽ വരുന്നത്.
ആൻഡ് ഈ പാലിയേറ്റീവ് റിലീഫ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടുന്നേ? 263. 263 ഈ പാലിയേറ്റീവ് റിലീഫ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ. ഇൻ ബോണിംഗ് ഹെക്സാമീറ്റർ കുമിഡോ മീൻസ് ഡാഷ്. modalities, Modalities. മൊഡാലിറ്റീസ്. ക്വിസ് എന്താണ് Personality. എന്ന് പറയുന്നത്? എന്താണ്? personality, പേഴ്സണാലിറ്റി. ക്യുഡ് എന്താണ്? seat, ഡിസീസ് നേച്ചർ ആൻഡ് പെക്യുലാരിറ്റി. ഉബി Seat. ട്യൂബർസോക്സിലസ്. place, ട്യൂബർസോക്സിലസ് എന്താണ്? അക്കമ്പനിങ് സിംറ്റംസ്. ഓക്കെ, ഗുഡ്. cause, കോസ്. ഓക്കെ, കുമിഡോ നിങ്ങൾ പറഞ്ഞു. കോണ്ടോ സ്റ്റൈൻ. time modality, Okay, the requisite qualities of physician as mentioned in aforesaid. The 83. requisite qualities of physicians 83, 83. 83. A well-taken case is half cured. Elizabeth Wright. Elizabeth. Elizabeth, right. Okay, minister nature. Minister nature എന്താണ്? Servant of nature. Servant of nature. Okay. Servant of nature. Deuce nature എന്താണ് അപ്പോ? follow, Of nature. Yeah, follow the nature. Okay, by the nature. Okay, near the first homeopathic journal was written by Staff. അതെ, സ്റ്റാഫിന്റെ ആർച്ചിവിറ്റർ ഹോമിയോപതിഷ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയൊരു പേരാണ് ജേർണലിനുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള അഫോർസംസ് കോറിലേറ്റ് ചെയ്യാനായിട്ടാണ് തന്നിട്ടുള്ളത്. സറോഗേറ്റ് ചെയ്ത അഫോർസമാണ്. 119 footnote. ഓക്കെ, ഇന്റർമിറ്റന്റ് ഡിസീസോ? 231. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഓഫ് പൂജ 282 footnote. യൂസ്ഡ് എന്തോ നിങ്ങൾക്കറിയാം. 29. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയല്ലോ. ദെൻ 1797 ഹാനിമാൻ യൂസ് ഡാഷ് ഫോർ കോളിക് ആൻഡ് ഡാഷ് ഫോർ ആസ്. നമ്മുടെ ശരിക്കും പറഞ്ഞാല് 5th എഡീഷന്റെ പ്രിഫേസിലായിട്ട് ഹാനിമാൻ പറയുന്നതല്ലേ ഇത്. ഓപ്ഷൻസ് എന്താണ്? കോളിക്കിന് ഏതാ കൊടുക്കുന്നത്? സി. ഓക്കെ, വെരി വെരിട്രാമാൻ ആൻഡ് നക്സോമിക്ക ഫോർ ആസ്. So, next question. A medicine, even though it may be homeopathically suited to the cure of a disease, does harm in every dose that is too large. The more harm, the larger the dose. And by the magnitude of the disease, it does more harm, the greater its homeopathicity. ഏതാ ഫോഴ്സ് പ്ലാൻ ഇത് പറഞ്ഞിട്ടുള്ളത്? 276. അതെ, 276 ആണ്. കാരണം ഹോമിയോപതിസിറ്റി എന്ന് പറയുന്നതും ലാർജർ ഡോസിന്റെ ഹാംസിനെ പറ്റിയിട്ട് പറയുന്ന അപ്പോസും 276 ആണ്. It is not necessary to use any external application except in which condition? C. C. Most. Yeah, most invertebrate most and invertebrate. difficult case of large pigments. 282 footnote. And then next question. Accompanying modalities mentioned in aforesaid dash of organon of medicine. ഈ അക്കമ്പനിങ് മൊഡാലിറ്റീസ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതാണ്? എവിടെയാണ് അങ്ങനെ ഒരു വാക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. സി, അഫോർസം 18 അക്കമ്പനിങ് മൊഡാലിറ്റീസ് ആണ്. 6th എഡിഷൻ ഓഫ് അഫോർസം 18 ഈ അക്കമ്പനിങ് മൊഡാലിറ്റീസ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. ഈ അക്കമ്പനിങ് മൊഡാലിറ്റീസിന് തൊട്ടടുത്ത് തന്നെ അഫോർസം 5 ഇട്ടിട്ടുണ്ടായിരിക്കും. Then, double complex disease is never formed when.
നമ്മൾ ഇന്നലെ ഡിസിമിലർ ഡിസീസ് പഠിച്ചപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഡിസീസിന്റെ കാര്യം പറഞ്ഞത്? ഡിസിമിലർ ഡിസീസ് വരുമ്പോഴത്തേക്ക് ന്യൂ കോംപ്ലക്സ് ഡിസീസ്. ഓക്കെ, ഡബിൾ കോംപ്ലക്സ് ഡിസീസ് നമ്മൾ എപ്പോഴാണ് പറഞ്ഞ? സിമിലർ ഡിസീസസിന്റെ കേസസിൽ. ഡബിൾ കോംപ്ലക്സ് ഡിസീസ്, യാ. അപ്പൊ ടു സിമിലർ ഡിസീസ് മീറ്റ് ടുഗദർ, യു വോണ്ട് ഗെറ്റ് എ ഡബിൾ കോംപ്ലക്സ് ഡിസീസ്. Then mumps or angina parotid immediately disappear when the cowpox inoculation had taken effect as observed by who? Larry. ഏതാ ഫോക്സ് പിന്നെ ലാരിയെ കിട്ടിയത്? നമ്മൾ 38 footnote. കുറച്ചും കൂടെ അപ്പോസിന് ആണോ? 48 ലാരി ഇങ്ങനെ പറയുന്നുണ്ടോ? 38 അത് ലാരി ആണോ പറയുന്നത്? 38 ആനിമാൻ അല്ലേ? അത് ലാരി അല്ല. 38 പറയുന്നത്. 38 അഫോർസത്തിനകത്ത്, പക്ഷെ അത് ഹാനിമാൻ ആണ് പറയുന്നത്. ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. സോ പ്ലീസ് റീഡ് അഫോർസം 38 where Hahnemann is saying such a thing. ഈ ജെന്നസ് കൗപോക്സ് വാക്സിനേഷൻ എന്തായിരുന്നു എന്നാണ് ചോദ്യം. അടുത്തത് ജെന്നസ് കൗപോക്സ് വാക്സിനേഷൻ ഡിസിമിലർ ആയിരുന്നോ, സിമിലർ ആയിരുന്നോ, ഐസോപതിക് ആയിരുന്നോ, അതോ സെയിം വിത്ത് സ്മോൾ പോക്സ് ആയിരുന്നോ? ഈ ജെന്നറിന്റെ കൗപോക്സ് വാക്സിനേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1796 ഇംഗ്ലീഷ് ഡോക്ടറായിട്ടുള്ള ഒരു എഡ്വേർഡ് ജെന്നർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ സ്മോൾ പോക്സിന്റെ കൗപോക്സിന്റെ വാക്സിനേഷൻ ചെയ്യുന്നത്. അദ്ദേഹം ഒബ്സർവ് ചെയ്ത ഒരു ഫാക്ട് എന്താന്ന് വെച്ചാൽ, ഈ മിൽക്കിംഗ് ഒക്കെ ചെയ്യുന്ന മെയ്ഡ്സിന് കൗപോക്സ് വന്നിട്ട് അവർക്ക് അങ്ങനെയുള്ള കൗപോക്സ് അഫക്റ്റഡ് ആയിട്ടുള്ള ആർക്കും സ്മോൾ പോക്സ് വന്നിട്ടുണ്ടാകുന്നത്. സോ പുള്ളി അതിനെ കോറിലേറ്റ് ചെയ്തു. കൗപോക്സ് വന്നവരൊക്കെ സ്മോൾ പോക്സിന് പ്രൊട്ടക്റ്റഡ് ആകുമോ എന്തോ ഒരു കാരണം കൊണ്ട്. അപ്പം പുള്ളിക്ക് അത് തോന്നുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൗപോക്സിനെയൊക്കെ നമ്മുടെ ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ, യൂറോപ്പിലൊക്കെ 18th സെഞ്ചുറിയിൽ സ്പെക്കിൾഡ് മോൺസ്റ്റർ എന്നുള്ള ഫോമിലായിരുന്നു ഈ സ്മോൾ പോക്സിനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവരുടെ ഡിസ്ഫിഗറേഷൻ ഒക്കെ കോസ് ചെയ്തിരുന്ന ഒരു ഡിസീസ് ആയിരുന്നു. സോ ജെന്നർ വന്നിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ കൗപോക്സ് വന്നിട്ട് പ്രൊട്ടക്റ്റഡ്, സ്മോൾ പോക്സിന് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള ഒരു കാര്യം ഉള്ളത് കാരണം ഒരു 8 year old ആയിട്ടുള്ള ഒരു ബോയ്, ഒരു ജെയിംസ് ഫിപ്സ് എന്ന് പറഞ്ഞ ഒരു ബോയില് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ ഒരു മാറ്ററിന് ഈ കൗപോക്സിന്റെ സോറിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒരു മാറ്റർ വെച്ചിട്ട് ഇനോക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുവാണ്. ആ കൗപോക്സ് സോർ എന്ന് പറഞ്ഞാൽ ഈ മെയ്ഡിന് വന്നിട്ടുണ്ടായിരുന്ന കൗപോക്സിന്റെ ഹാൻഡിൽ നിന്നുള്ള ഒരു സോറിന്ന് എടുത്തിട്ട് ആ ഒരു വാക്സിനേഷന്റെ ഒരു കാര്യത്തിൽ ഇനോക്കുലേഷൻ ചെയ്തിട്ട് ആ ബോയ് വന്നിട്ട് ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആകുവാണ്. അങ്ങനെയാണ് ജെന്നറിന് കൗപോക്സ് വാക്സിനേഷന്റെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പൊ നമുക്ക് ഇതിൽ സിമിലാരിറ്റി കാണാൻ പറ്റുന്നുണ്ടോ, ഡിസിമിലാരിറ്റി കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ജെന്നറിന്റെ കൗപോക്സ് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു പോക്സ് വെറൈറ്റി ഓഫ് ഫീവേഴ്സിന് വരുന്നത് പോലെയുള്ള ആ ഒരു ഇറപ്ഷൻസും ഫീവറും കാര്യങ്ങളും എല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഇതിന് സിമിലാരിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ ഒരു വാക്സിനേഷൻ ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്. Next question, allopathy is a system of medicine in which the medicines have no pathological relation to the disease. അത് അഫോർസം 22 ഫുട്നോട്ടില് ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ലൈൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അലോപ്പതി എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അവിടെ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ആ ട്രീറ്റ് ചെയ്യുന്ന ഡിസീസുമായിട്ട് യാതൊരു പെത്തോളജിക്കൽ റിലേഷൻഷിപ്സും ഇല്ല. അവിടെ സിമിലർ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഇല്ല, ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഇല്ല. സോ ദ ആൻസർ ഈസ് എ, വിച്ച് ഈസ് നെയ്തർ സിമിലർ നോ ഓപ്പോസിറ്റ്. അപ്പം അഫോർസം 22 ഫുട് നോട്ട് വായിക്കുക, ആൻസർ കേട്ടോ. ദെൻ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതിനെയാണ് നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക്. ഇറ്റ് ഈസ് ആൻ എക്സ്ട്രീംലി ഫോൾട്ടി സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് അഫോർസം 58 പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഹോമിയോപ്പതി പോകും. പക്ഷെ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുള്ളത് ആന്റിബയോട്ടിയെ കുറിച്ച് അഫോർസം 58 കേട്ടോ. ബെസ്റ്റ് പ്രൂവർ എന്ന് പറഞ്ഞ ഏതാണ്? അഫോർസം 141. സോ അതിനകത്ത് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചത്
D. Healthy, unprejudiced and sensitive. Unprejudiced and sensitive physician. അപ്പൊ ബെസ്റ്റ് പ്രൂവർ എന്ന് പറഞ്ഞ ഫിസിഷ്യൻ ഹിംസെൽഫ് ആണെന്ന് പറയുന്ന ആ ഫിസിഷ്യൻ ഉള്ള 3 ക്വാളിറ്റീസ് ആണ്. അദ്ദേഹം ഹെൽത്തി ആയിരിക്കണം, അൺപ്രജുഡൈസ്ഡ് ആയിരിക്കണം, സെൻസിറ്റീവ് ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ്, ജീനിയസ് ഓഫ് മെഡിസിൻ ഈസ് നോൺ ഡ്യൂറിംഗ് ഡ്രഗ് പ്രൂവിംഗ് വെൻ. ഡ്രഗ് പ്രൂവിംഗ് പഠിപ്പിച്ചപ്പോൾ ഞാൻ ജീനസ് ഓഫ് മെഡിസിൻ എന്നുള്ളതിനൊക്കെ അഫോർസത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 130 ആണ് അഫോർസം പറഞ്ഞത്. ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ ഇതിന്റെ ഉത്തരം കിട്ടുന്നു. A. ഏതാണ് പറഞ്ഞത്? അല്ല, കിട്ടിയില്ല, ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. A. D. എ പറഞ്ഞു, ഡി പറഞ്ഞു. 130 അഫോർസും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 130 അഫോർസത്തിൽ if at the very commencement the first dose administered shall have been sufficiently strong. This advantage is mean that the experimenter learns the order of succession of symptoms and can note down accurately the period at which each occurs, which is very useful in leading to a knowledge of the genus of the medicine. ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് നല്ല സഫീഷ്യൻലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഓർഡർ ഓഫ് സക്സഷൻ ഓഫ് സിംറ്റംസ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ജീനിയസ് ഓഫ് മെഡിസിനെ കുറിച്ചിട്ടുള്ള നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുമാ പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ജീനിയസ് ഓഫ് ദ മെഡിസിൻ ഈസ് നോൺ ഡ്യൂറിംഗ് ഡ്രഗ് പ്രൂവിംഗ് വെൻ ദ ഫസ്റ്റ് ഡോസ് ഈസ് സഫീഷ്യൻലി സ്ട്രോങ്. അതാണ് അതിന്റെ ഉത്തരം. ബി ആണ് ഉത്തരം കേട്ടോ. As per Aforsum 130. The characteristic symptoms of the homeopathic medicines and its repertory. ഇത് ആരാ എഴുതിയത്? പബ്ലിക്കേഷൻസ് വന്നിട്ട് പറഞ്ഞായിരുന്നു. ജാറും ബോണിങ്ങസിനും കൂടെ വരുന്ന ഫുഡ് നോട്ടിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സി ആണ്, ബോണിങ്ങസൻ ആണ് ഇതിന്റെ ആൻസർ. ജാറിൻ്റെത് ഹാൻഡ് ബുക്ക് ഓഫ് പ്രിൻസിപ്പൽ സിംറ്റംസ് എന്നുള്ളതാണ്. Aforsum 153 footnote. Dr. Hahnemann classified symptoms into അതേ അഫോർസം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഹാനിമാന്റെ സിംറ്റംസ് എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എ ആണ്, ജനറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ഈ ജനറൽ ആണ് അൺഡിഫൈൻഡ് എന്നുള്ളതും ക്യാരക്ടറിസ്റ്റിക് എന്നുള്ള സിംറ്റംസിനെ പറ്റിയിട്ടാണ് അഫോർസം 153 ഹാനിമാൻ പറയുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്.